ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IMDbയിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ബ്രേക്കിംഗ് ബാഡ് എന്ന TV സീരീസാണ്. 2008 AMC എന്ന TV ചാനലിലൂടെയാണ് ഈ സീരീസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദി എക്സ് ഫയൽസ് എന്ന TV സീരീസിൻ്റെ റൈറ്ററായ വിൻസ് ഗില്ലിഗനാണ് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തത്. ഈ സീരീസ് മൊത്തം വരുന്നത് 5 സീസണും 62 എപ്പിസോഡുമാണ്. 2013 ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയത്. ക്രൈം ഡ്രാമ എന്ന ജോണറിൽ പുറത്തിറങ്ങിയ ഈ സീരീസിൻ്റെ കഥ നടക്കുന്നത് അമേരിക്കൻ മെക്സിക്കൻ ബോർഡറിലുള്ള ആൽബക്യൂർക്ക് എന്ന സിറ്റിയിലാണ്. ഇതിൻ്റെ പ്ലോട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ, വോൾട്ടർ വൈറ്റ് എന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈസ്കൂൾ കെമിസ്ട്രി ടീച്ചറിന് ടെർമിനൽ ലങ് ക്യാൻസർ ബാധിക്കും. സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാത്തതുകൊണ്ട് പാർട്ട് ടൈമായി കാർ വാഷിൽ ജോലി ചെയ്യുന്ന ആളാണ് വോൾട്ടർ. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം ഫാമിലിൻ്റെ ഭാവിക്ക് വേണ്ടി കുറച്ച് പൈസ ബാക്കി വെക്കണമെന്ന് തീരുമാനിക്കും. അങ്ങനെ വോൾട്ടറിൻ്റെ ഫോമർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജെസ്സി പിങ്ക്മാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുകയും അവർ രണ്ടുപേരും ഇല്ലീഗലായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ തീരുമാനിക്കും. ക്രിസ്റ്റൽ മെത്ത് എന്നൊരു ഡ്രഗ് കുക്ക് ചെയ്ത് അത് സപ്ലൈ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ തുടങ്ങിയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് കഥ. ബ്രേക്കിംഗ് ബാഡ് ഏതൊരു സിനിമാ പ്രേമിക്കും സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിപ്പോൾ അതിലെ എല്ലാവരും ആക്ടിങ് പെർഫോമൻസസ് ആയാലും റൈറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും. ഇതിൽ വോൾട്ടർ വൈറ്റ് ആയിട്ട് അഭിനയിച്ച ബ്രയൻ ക്രാൻസ്റ്റൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും ഹൈസൻബർഗ് എന്ന വില്ലൻ ഓൾട്ടർ ഈഗോയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനും നാച്ചുറലും റിയലിസ്റ്റിക്കുമായിട്ടാണ് ബ്രയൻ ക്രാൻസ്റ്റൺ ആക്ട് ചെയ്യുന്നത്. ആരൺ പോളിൻ്റെ ജെസ്സി പിങ്ക്മാൻ എന്ന ക്യാരക്ടർ ഈ കഥയ്ക്ക് ഒരു ഇമോഷണൽ ഡെപ്ത് തരുന്നുണ്ട്. ഇന്നാഗണ്ണിൻ്റെ സ്കൈലർ വൈറ്റ് എന്ന ക്യാരക്ടറും വോൾട്ടർ വൈറ്റിൻ്റെ വൈഫായിട്ട് ആക്ടിങ് നൈസാണ്. പിന്നെ ഒരു കോമിക് റിലീഫായിട്ട് സോൾ ഗുഡ്മാൻ സീരിയസ് ആയിട്ടുള്ള സീൻ ഓരോ കോമഡി അടിച്ച് സ്കോർ ചെയ്യും. Follow me, guys, but mosquitoes buzzing around you, bite you on the ass. You don't go gunning for the mosquitoes, attorney. സോൾ ഗുഡ്മാൻ്റെ സ്പിൻ ഓഫ് സീരീസാണ് പിന്നീട് പുറത്തിറങ്ങിയ ബെറ്റർ കോൾ സോൾ. ഈ സീരീസിൻ്റെ ടെക്നിക്കൽ സൈഡിൽ സിനിമാറ്റോഗ്രാഫിയെ പറ്റി പറയാനാണെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീഡ്, മണി ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ഗ്രീൻ കളർ യൂസ് ചെയ്യും. ബ്ലൂ കളറ് ക്രിസ്റ്റൽ മെത്തിനെയാണ് സിംബോളൈസ് ചെയ്യുന്നത്. യെല്ലോ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നം നടക്കുമെന്ന്. ഡേഞ്ചറിനെ സിംബോളൈസ് ചെയ്യുന്നതാണ് ഈ യെല്ലോ കളർ. പോയിൻ്റ് ഓഫ് വ്യൂ ഷോട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ബാരലിൻ്റെ ഉള്ളിൽ നിന്നും മൈക്രോവേവിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഷോട്ട് ഉണ്ട്. പിന്നെ ഡെസേർട്ടിൽ നിന്ന് എടുത്ത സീൻസ് എല്ലാം നൈസാണ്. ടെൻഷൻ ബിൽഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എഡിറ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് പോസസും സൈലൻറ്റ് സീൻസ് എല്ലാം ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓരോ സീനും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. ഈ സീരീസിൻ്റെ സൗണ്ട് ട്രാക്കെല്ലാം നൈസാണ്. ബ്രേക്കിംഗ് ബാഡ് എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ എന്ന് ചോദിച്ചാൽ, വേറൊരു ഷോവും ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാണിക്കില്ല. എപ്പിസോഡൊന്നും വേസ്റ്റ് ആക്കാണ്ട് ഷാർപ്പായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. ക്യാരക്ടർ ആർക്സ് എല്ലാം ഷാർപ്പുമാണ്, ബിലീവബിളാണ്. ഈ ഷോ ലാഗാണെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സ്ലോ ബേണാണ്. സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈ മൊമെൻ്റെല്ലാം വരുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ സ്റ്റോറിയോ ക്രിമിനൽസിൻ്റെ സ്റ്റോറിയോ അല്ല. പവർ, ഈഗോ, ഫിയർ, അതുപോലെ തന്നെ ക്യാരക്ടറിന് സംഭവിക്കുന്ന മാറ്റവും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊറാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതും, അതായത് ശരിയായ കാര്യങ്ങൾ ചെയ്യാനും തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വ്യക്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു TV സീരീസിൽ. സീരീസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നാണ് ബ്രേക്കിംഗ് ബാഡ്. സ്ക്രീൻ ആർക്കൈവിൽ ഇതുപോലത്തെ കണ്ടന്റിനായി സബ്സ്ക്രൈബ് ചെയ്യും. ശരി എന്നാൽ ബൈ.